കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തൊരു മത്സരം ഈ ഒരു വീക്കിൽ തന്നെ അഗെയിൻസ്റ്റ് ചെന്നൈയിൻ FC ഒരു എവേ മാച്ചാണ്. സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ഒരു കേക്ക് വാക്ക് എന്നൊക്കെ പറയേണ്ടിയിരുന്ന മത്സരമാണ്. നമ്മളുടെ ഫസ്റ്റ് ഫേസിലേക്ക് പെർഫോമൻസ് നോക്കിയാലും ചെന്നൈയിൻ FCയുടെ ഒരു കാര്യമൊക്കെ നോക്കിയാലും, പക്ഷേ ഇപ്പം അപ്പോൾ യോസിക്കവേ മാട്ടെ എന്നുള്ള ഒരു സാഹചര്യത്തിലാണുള്ളത്. ചെന്നൈയിൻ FCയുടെ ഒരു ഗതി ഉയർന്നു എന്നുള്ളത് കൊണ്ടല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്ഥിതി കൊണ്ടാണ്. അതായത് ISLലും സൂപ്പർ കപ്പിലും ഒക്കെ ആയിട്ട് ബാക്ക് ടു ബാക്ക് 4 മാച്ചസ് തോറ്റ് നിൽക്കുന്നൊരു സാഹചര്യമാണുണ്ടായത്. എല്ലാം സൂപ്പർ കപ്പ് പ്രാക്ടീസ് മാച്ച് അടുത്ത് ഇപ്പോൾ ISLലും ഒരു പ്രാക്ടീസ് മാച്ച് എന്നുള്ള നിലയ്ക്കാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മോശം സാഹചര്യത്തിൽ തന്നെയാണ്. പോയിന്റ് ടേബിളിലൊക്കെ നോക്കുവാണെങ്കിൽ ടോപ്പ് 4 നിലയിലൊക്കെ ഉണ്ടെങ്കിലും അവസ്ഥ കുറച്ച് മോശമാണ് എന്നുള്ളതൊക്കെ തന്നെയാണ് പറയേണ്ടത്. എന്നാൽ ചെന്നൈയിൻ FCയുടെ കാര്യം എടുത്താലും അവർക്ക് ഈ 2024 അത്ര നല്ലതൊന്നുമല്ല. അവർ സൂപ്പർ കപ്പിൽ ഗോകുലത്തിനെതിരെ വിജയിച്ചിരുന്നു. ബാക്കി മത്സരങ്ങളൊന്നും അവർക്ക് വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ISL സെക്കൻഡ് ഫേസിൽ BFCക്കെതിരെ കളിച്ചിട്ടുള്ളൊരു മത്സരമാണെങ്കിലും അവർക്ക് പരാജയപ്പെടേണ്ടി വന്നു എന്നുള്ള നിലയ്ക്കാണ് ഓവൻ ഗോയലിൻ്റെയും ഒരു കൂട്ടരും നിൽക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിൽ കൂടി 3 പോയിന്റ് കൈവിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സീസൺ കൈവിട്ട പോലെ എന്നുള്ള നിലയിൽ തന്നെ വിലയിരുത്തേണ്ടി വരും. പ്രത്യേകിച്ച് നോക്കുവാണെങ്കിൽ ഒരു എവേ മത്സരമാണ്. മറീന ഒരു ബാലികേറ മലയാണ്. പക്ഷേ അതൊന്നും ഇവിടെ പ്രസക്തമല്ല. കാരണം നിലവിലെ ഒരു സാഹചര്യത്തിൽ വിജയിച്ച് തിരിച്ചു വരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെന്നൈയിൻ FCയെ സംബന്ധിച്ചിടത്തോളം അവരുടെ താരങ്ങളൊക്കെ അവൈലബിൾ ആണെന്നുള്ള കാര്യം ഓവൻ ഗോയൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. KBSയെ സംബന്ധിച്ചിടത്തോളം വലിയ കൺസേൺസ് ഒന്നുമില്ല. റൂൾ ഔട്ടായി പോയിട്ടുള്ള പ്ലേയേഴ്സ് ഒക്കെയാണ് ഇല്ലാത്തത്. പിന്നെ വിപിൻ മോഹനായിരിക്കും ഒരുപക്ഷെ അവൈലബിൾ അല്ലാണ്ടൊക്കെ വരിക. ഇനി വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. പലപ്പം ജീക്സനും ഫ്രെഡിയൊക്കെ തിരിച്ചെത്തുന്നുണ്ട്. 6 വിദേശ താരങ്ങളും അവൈലബിൾ ആയിട്ടുള്ളൊരു സാഹചര്യമാണ് ഉള്ളത്. ചെന്നൈയിൻ FCയെ സംബന്ധിച്ചിടത്തോളം അവരും ഒരു നല്ല ഡൗൺഫോളിൽ തന്നെയാണുള്ളത്. പോയിന്റ് ടേബിളിൽ ഹൈദരാബാദ് FCക്ക് തൊട്ടുമുകളിൽ 11ാം സ്ഥാനത്ത് മാത്രമാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ്. സോ ഇനി ഒരു സെക്കൻഡ് ഫേസിൽ ഏത് തരത്തിലുള്ളൊരു ചേഞ്ച് അവർക്കുണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ കെൽപ്പുള്ള പരിശീലനം തന്നെയാണ് ഓവൻ ഗോയൽ എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിൽ നമുക്കിനി ഇരു ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 നോക്കുന്നൊരു സമയത്ത് ചെന്നൈയിൻ FCയെ സംബന്ധിച്ചിടത്തോളം ഗോൾ കീപ്പറായിട്ട് ദേവ്ജിത്ത് മജുംദറിനെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സെൻട്രൽ ബാക്കിലേക്ക് വരുന്ന സമയത്ത് റയാൻ എഡ്വേർഡ്സും അതുപോലെ കഴിഞ്ഞ മത്സരത്തിൽ സാർദുക് ഗുലോയുമാണ് കളിച്ചത്. ആ ഒരു കോംബോ തന്നെയായിരിക്കും. റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ അങ്കിത് മുഖർജി, ലെഫ്റ്റിൽ ആകാശ് സംഗ്വാൻ എന്നിവർ. അതുപോലെ ഇനി മിഡ്ഫീൽഡിലേക്ക് വരുന്നൊരു സമയത്ത് മുബഷിറിനെയാണ് കഴിഞ്ഞൊരു മത്സരത്തിൽ ഒരു DM റോളിൽ വന്നത്. അത് തന്നെയായിരിക്കും. പിന്നെ 2 അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിലായിരിക്കും റാഫേൽ ക്രിവേയാറും അതുപോലെ തന്നെ കോർണർ ഷീൽഡ്സും കളിക്കുന്നുണ്ടാകുക. റൈറ്റിൽ നിന്തോയും ലെഫ്റ്റിൽ റഹീം അലിയും ആൻഡ് ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ജോദം മറയായിരിക്കും കളിക്കുക. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണല്ല പറയുന്നത്. അതായത് കോച്ച് ഇറക്കാൻ സാധ്യതയുള്ള നിലയ്ക്കെന്നുള്ള നിലയിൽ തന്നെ പറയാം. ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് തന്നെ, സെൻട്രൽ ബാക്കിൽ ഹോമിപ്പാം ആൻഡ് ലെസ്കോവിച്ച് എന്നിവരായിരിക്കും കളിക്കുക. ഇപ്പം ബാക്ക് ടു ബാക്ക് മാച്ച് ആയതുകൊണ്ട് ഒരു സെൻട്രൽ ബാക്കിന് ഒരു റെസ്റ്റ് കൊടുക്കുന്ന രീതിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ, ചിലപ്പോൾ മിലോസ് തന്നെ വന്നേക്കാം. റൈറ്റിലേക്ക് വരുമ്പോൾ പ്രീതം, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നവോച്ച സിംഗ് തന്നെ, മിഡ്ഫീൽഡിൽ ജീക്സൺ ആൻഡ് അസർ എന്നിവർ. റൈറ്റിലേക്ക് വരുന്ന സമയത്ത് സക്കായി വന്നേക്കാം. ലെഫ്റ്റിൽ ഐമൻ ഈ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിലൊരു ചേഞ്ച് ആയിട്ടുള്ള നിലയിൽ വരാം. അതുപോലെ സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ ഫെഡറും ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ദിമിത്രിയോസ് ഡിയാമണ്ടക്കോസ് എന്നീ താരങ്ങളാകും കളിക്കുക എന്നുള്ളതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ പലർക്കും ഇപ്പോൾ പ്രീതത്തിനെ കളിപ്പിക്കുന്നൊരു കാര്യത്തിലൊക്കെ ഇതുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ CBs തന്നെ കളിക്കണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. അതുപോലെ മറ്റ് ചില കോമ്പിനേഷൻസ് ഒക്കെ ആയിട്ടുള്ള ചർച്ചകളൊക്കെ ആരാധകരുടെ ഇടയിലുണ്ട്. പക്ഷേ ഐ തിങ്ക് ഇവാൻ ഒരു വലിയ രൂപത്തിലുള്ള ഒരു ചേഞ്ച് ഒറ്റയടിക്ക് നടത്തുമോ എന്നുള്ളത് സാധാരണ ഇതിൽ അങ്ങനെ കാണാറില്ല. ഏതായാലും ഒരു യുക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നല്ല രീതിയിൽ വർക്കൗട്ട് ആകുമെന്നുള്ള തരത്തിലുള്ളൊരു 11 ഉണ്ടാകട്ടെ, അത് എഫക്റ്റീവായിട്ട് മാറട്ടെ എന്നുള്ളത് തന്നെയാണ് ഉറപ്പായിട്ടും ആഗ്രഹിക്കുന്നത്. സോ ഒരു വിജയം, ഒരു 3 പോയിൻറ്റ്സോട് കൂടി തന്നെ ചെന്നൈയിൽ നിന്ന് KBSക്ക് മടങ്ങാനാകുമെന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം എന്തൊക്കെയാണ് ഈ ഒരു മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസിൽ ഏത് എക്സ്പെക്റ്റേഷൻസ് ഉറപ്പായിട്ടും കമ്പോസിൽ എഴുതാൻ. മറ്റൊരു വീഡിയോ കാണിക്കുകയാണെന്ന് സനിയ.